theborderofamind.comലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ സംസാര പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. അതെ, അദ്ദേഹത്തിന്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്ന ആ വെബ്സൈറ്റിലെ ഓരോ എഴുത്തും നമ്മളിവിടെ ചർച്ച ചെയ്യുകയാണല്ലോ. വർഷങ്ങളായി അദ്ദേഹം അത് തുടരുന്നുണ്ട്. ഒരു വ്യക്തിപരമായ സംരംഭം. ശരിയാണ്. എഴുത്തും കലയും പിന്നെ ദൃശ്യങ്ങളും ഒക്കെയായിട്ട് തന്റെ ഒരു ജിജ്ഞാസയുടെയും അത്ഭുതത്തിന്റെയും ലോകം തന്നെ അദ്ദേഹം അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. കല, ജീവിതം, ധ്യാനം, വ്യക്തിഗത വളർച്ച, അങ്ങനെ പല വിഷയങ്ങളും. അതെ, നിത്യജീവിതത്തിലെ സൗന്ദര്യം പോലും അദ്ദേഹം വിഷയമാക്കുന്നു. ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ശ്രദ്ധേയമായ ബ്ലോഗ് പോസ്റ്റ് ആണ് നോക്കുന്നത്. ഉള്ളിലെ നിഗൂഢമായ കമ്പോളം, ദ ഹിഡൻ മാർക്കറ്റ് പ്ലേസ് വിതിൻ. ആ പോസ്റ്റ് ശരിക്കും വളരെ ആഴത്തിലുള്ള ഒരു ചിന്തയാണത്. എന്താണ് അതിന്റെ ഒരു കാതൽ? എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്? നമ്മൾ ഈ കാണുന്ന ലോകം, ഈ കൺമുന്നിലുള്ള യാഥാർത്ഥ്യം, അത് ഒരു തലം മാത്രമാണെന്നാണ് അജ്മൽ പറയുന്നത്. ഇതിനെല്ലാം താഴെ വളരെ ചെറിയ, നമുക്ക് കാണാൻ പറ്റാത്ത തലങ്ങളിൽ നിരന്തരമായ കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഒരു തരം ഒരു നിഗൂഢമായ കമ്പോളം. നിഗൂഢമായ കമ്പോളം കൊള്ളാമല്ലോ. ഈ ആശയം കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതെ, ഒരു നിരന്തരമായ കൊടുക്കൽ വാങ്ങൽ. നമുക്കതൊന്ന് വിശദമായി നോക്കിയാലോ? അദ്ദേഹം തുടങ്ങുന്നത് ജീവശാസ്ത്രത്തിൽ നിന്നാണെന്ന് തോന്നുന്നു, അല്ലേ? ശരിയാണ്. ജീവശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാടിലാണ് തുടക്കം. ഓരോ ജീവകോശത്തെയും അദ്ദേഹം ഉപമിക്കുന്നത് തിരക്കേറിയ നഗരങ്ങളോടാണ്. നഗരങ്ങളോടോ? അതെ, ലക്ഷക്കണക്കിന് തന്മാത്ര നാണയങ്ങൾ, അതായത് മോളിക്കുലർ കറൻസീസ്, കൈമാറ്റം ചെയ്യപ്പെടുന്ന നഗരങ്ങൾ. ഊർജം ശേഖരിക്കുകയും ചെലവാക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയ. ഓർക്കുന്നു. ഈ ഗ്ലൂക്കോസ് കൊടുത്തിട്ട് ATP വാങ്ങുന്ന പോലെ. അതെ, ഗ്ലൂക്കോസ് തന്മാത്രകൾ കൊടുത്ത് കോശങ്ങൾ ATP എന്ന ഊർജ നാണയം നേടുന്നു. എന്നിട്ട് ആ ഊർജം വെച്ചാണ് മറ്റെല്ലാ ജോലികളും ചെയ്യുന്നത്. പ്രോട്ടീൻ ഉണ്ടാക്കാനും മാലിന്യം പുറന്തള്ളാനും ഒക്കെ. കൃത്യമായി. DNA പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രോട്ടീൻ നിർമ്മിക്കുന്നു, ആവശ്യമില്ലാത്തത് പുറന്തള്ളുന്നു. അങ്ങനെ ഒരു വലിയ സാമ്പത്തിക വ്യവസ്ഥ പോലെയാണത്. നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ കോടിക്കണക്കിന് കോശങ്ങൾ ഇങ്ങനെ 24 മണിക്കൂറും ഈ ബിസിനസ് നടത്തുന്നു എന്ന് ഓർക്കുമ്പോൾ ശരിക്കും അത്ഭുതം തന്നെ. അതെ, ഈ ഒരു സൂക്ഷ്മമായ സാമ്പത്തിക വ്യവസ്ഥയാണ് നമ്മളെ നിലനിർത്തുന്നത്. ഓരോ നിമിഷവും കോടിക്കണക്കിന് ഇടപാടുകളാണ് നടക്കുന്നത്. കൊള്ളാം. അപ്പോ ഈ ചെറിയ കോശങ്ങളുടെ ലോകത്തിൽ നിന്ന് കുറച്ചുകൂടെ വലിയൊരു തലത്തിലേക്ക് വന്നാൽ, നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയിലേക്ക് നോക്കിയാൽ അവിടെയും ഈ കമ്പോളം കാണാൻ പറ്റുമോ? തീർച്ചയായും. അവിടെയും ഈ അടിസ്ഥാനപരമായ കൊടുക്കൽ വാങ്ങലുണ്ട്, പക്ഷെ കുറച്ചുകൂടി സങ്കീർണമായ രീതിയിൽ. സങ്കീർണമായ രീതിയിലോ? അതെ, സഹജീവനം, അതായത് സിംബയോസിസ്, പിന്നെ പരസ്പര സഹായം, മ്യൂച്വലിസം എന്നൊക്കെ നമ്മൾ പറയില്ലേ? പറയും. അതൊക്കെ ഈ വലിയ ശൃംഖലയുടെ ഭാഗമാണ്. ഫംഗസുകൾ, സസ്യങ്ങൾ, ചെറിയ ജീവികൾ, മൃഗങ്ങൾ, ഇവരെല്ലാം തമ്മിൽ വിഭവങ്ങളും ഊർജവും സേവനങ്ങളും ഒക്കെ കൈമാറുന്നുണ്ട്. ഒരു നിരന്തര പ്രക്രിയയാണത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കൂടുതൽ വ്യക്തമാവുമല്ലോ. പറയാം. ഇപ്പോൾ നമ്മൾ ശ്വാസമെടുക്കുന്നു, ഓക്സിജൻ അകത്തെടുക്കുന്നു. അതെവിടെ നിന്നാ വരുന്നത്? സസ്യങ്ങളിൽ നിന്ന്. അതെ. പകരം നമ്മൾ എന്ത് പുറത്തുവിടുന്നു? കാർബൺ ഡയോക്സൈഡ്. അത് സസ്യങ്ങൾക്ക് വേണം. ഇതൊരു കൈമാറ്റമല്ലേ? ശരിയാണ്, അതൊരു വലിയ കൈമാറ്റം തന്നെ. അതുപോലെ മണ്ണിലെ സൂക്ഷ്മാണുക്കൾ, അവർ പല പോഷകങ്ങളും സസ്യങ്ങൾക്ക് പാകപ്പെടുത്തി കൊടുക്കുന്നു. തിരിച്ച് സസ്യങ്ങൾ അവയ്ക്ക് താമസിക്കാനും വളരാനുമുള്ള സാഹചര്യം, ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. അപ്പൊ ഇതൊരു വലിയ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയാണല്ലേ? ഒരു തരത്തിൽ അങ്ങനെ പറയാം. ഭൂമിയിലെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ഈ കാണാത്ത അദൃശ്യമായ കൈമാറ്റങ്ങളിലൂടെയാണ്. അപ്പോ ഈ കമ്പോളം എന്ന ആശയം വെറുമൊരു ഉപമയല്ല, പ്രകൃതിയുടെ ഒരു അടിസ്ഥാന രീതിയാണത്. അതെ, നമ്മൾ സഹകരണം എന്നൊക്കെ പറയുന്നതിൽ പോലും ഒരുതരം കൊടുക്കൽ വാങ്ങൽ, ഒരു വ്യാപാരം നടക്കുന്നുണ്ട്. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ശരിയാണ്. ഒന്നിന് മറ്റേതിനെ ആശ്രയിക്കാതെ നിലനിൽപ്പില്ല. ഈ നിരന്തരമായ വ്യാപാരമാണ് നമ്മൾ ചുറ്റും കാണുന്ന ഈ ജീവന്റെ തുടിപ്പും ഈ വൈവിധ്യവുമെല്ലാം സാധ്യമാക്കുന്നത്. ഇത് അജ്മലിന്റെ ബ്ലോഗിന്റെ പ്രധാന ആശയവുമായിട്ട്, ആ അതിരുകളില്ലാത്ത ജിജ്ഞാസയും അത്ഭുതവും എന്നതിനോട് നന്നായി ചേരുന്നുണ്ടല്ലോ. തീർച്ചയായും. സാധാരണ നമ്മൾ കാണുന്ന കാര്യങ്ങൾക്ക് പിന്നിലെ ഈ അസാധാരണമായ ബന്ധങ്ങൾ, അത്ഭുതങ്ങൾ, അത് കണ്ടെത്താനുള്ള ഒരു പ്രേരണയാണ് ഈ ചിന്തകൾ നൽകുന്നത്. ശരിയാണ്. ലോകത്തെ പുതിയൊരു കണ്ണിലൂടെ കാണാൻ പ്രേരിപ്പിക്കുന്നു. അജ്മലിന്റെ ഇതുപോലുള്ള ചിന്തകളും അദ്ദേഹത്തിന്റെ കലയും എഴുത്തുകളും പിന്നെ ഈ വിഷയങ്ങളെ അധികരിച്ച് അദ്ദേഹം ചെയ്ത പോഡ്കാസ്റ്റുകളുമൊക്കെ theborderofamind.com എന്ന വെബ്സൈറ്റ് നോക്കാവുന്നതാണ്. അതെ, തീർച്ചയായും. എല്ലാവരെയും ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കും എന്തെങ്കിലും പ്രചോദനം കിട്ടിയേക്കാം.
അവിടെ ഈ ബ്ലോഗ് പോസ്റ്റുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ളത് ചിന്ത, ശാസ്ത്രം തുടങ്ങിയ ടാഗുകളും കാണാം. അതെ, കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അത് പ്രയോജനപ്പെടും. അപ്പോ അജ്മലിന്റെ ചിന്തകളുടെ ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് ഈ പരമ്പരയിൽ വീണ്ടും കാണാം. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഒരു കാര്യം കൂടി, നിങ്ങൾ ചുറ്റുമൊന്ന് നോക്കുമ്പോൾ, ഒരു മരത്തെയോ പൂവിനെയോ കാണുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ശ്വാസം ശ്രദ്ധിക്കുമ്പോൾ ഈ അദൃശ്യമായ കമ്പോളത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. എന്തെല്ലാം പുതിയ കാഴ്ചകളാവും അപ്പം തെളിയുക, അല്ലേ?